അങ്ങനെ ഞാനും നദനയും കൂടി ഇന്ന് റയാനെ കാണാൻ പോവാം. നല്ലൊരു വിഷയമായിട്ട് വീട്ടിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച അവിടെയും കൊണ്ട് പോവാന്ന്. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടാനുമുണ്ട്, അതുകൊണ്ട് അതും കൂടി വാങ്ങാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി നോക്കുമ്പോൾ കുറേ സമയം നിന്നിട്ട് ആരും വരുന്നതൊന്നും കാണുന്നില്ല. കോളിംഗ് ബില്ലടിച്ച് നോക്കി, അപ്പോഴാണ് പിന്നെ മനസ്സിലായത് അവർ നല്ല ഉറക്കമായിരുന്നു അകത്തുന്നത്. പിന്നെ ഫോണ് വിളിച്ചപ്പോഴാണ് വന്ന് തുറന്നു തന്നത്. അങ്ങനെ അവിടെ പോയപ്പോൾ റയാൻ നല്ല ഉറക്കായിരുന്നു. പിന്നെ അവൻ എങ്ങനെയൊക്കെയോ എണീപ്പിച്ച് താഴെ കൊണ്ടുവന്നു. എണീച്ചാൽ കരയൊന്നുമില്ല കേട്ടോ. പക്ഷേ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവന്. അങ്ങനെ അവൻ വന്ന പാടന്നെ അവിടെ ഉണ്ടായിരുന്ന ലൈമൊക്കെ കുടിക്കാൻ തുടങ്ങി. പിന്നെ ലൈമ് കുടിച്ചതിന് ശേഷം ഞാനൊരു ലോട്ടി ചോക്കോപ്പായി കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന. അതിനൊരു ബബിൾസ് കൊണ്ടുവന്നിന്, പക്ഷെ അതിനൊന്നും വേണ്ട അവന് ലോട്ടി ചോക്കോപ്പായി മതിയെന്ന് പറഞ്ഞിട്ട് അതും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം നദന ബബിൾസ് ഊതി കൊടുത്തപ്പോഴാണ് അതിൻ്റെ സംഭവം എന്താണെന്ന് അവന് പിടികിട്ടിയത്. പിന്നെ നദനയോട് ഊതാൻ പറഞ്ഞ് അതിൻ്റെ ബാക്കിൽ തന്നെ ഓടലായിരുന്നു അവൻ്റെ മെയിൻ തൊഴിൽ. പിന്നെ ഒരു ബബിള് കണ്ടു കഴിഞ്ഞാൽ അവൻ നേരെ അതിൻ്റെ പിന്നാലെ വിടും. അത് പൊട്ടിക്കൊന്നുമില്ല, പക്ഷെ പോകാനൊരു സന്തോഷം. പിന്നീട് അമ്മക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ അവനത് അവൻ്റെ അമ്മക്കും ഒരിക്കലും കൊണ്ട് കൊടുക്കില്ല. പിന്നെ അവനൊരു 3-4 ഷൂ കൊണ്ടുവന്നിട്ട് അത് ഇടാൻ കുറേ ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതെങ്ങനെ ഇടണ്ടേന്ന് അവന് തീരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കുറേ ട്രൈ ചെയ്തു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളെ കളിയൊക്കെ കാണാൻ നല്ല രസമൊക്കെ. പിന്നെ നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് അവനെ കാറ് കയറ്റിയിരുത്തി. അവൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കുറേ ഹോൺ അടിക്കാനൊക്കെ ശ്രമിച്ചു. ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ കാറ് കയറിയാലും അവൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കണം. പിന്നെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവന് നല്ല സന്തോഷമായിട്ട് ഈ ഹോണിൻ്റെ സൗണ്ടും കാറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ എവിടെയെങ്കിലും പോകുന്നതെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നന്നായിട്ട് ഹോണും അടിക്കും അവൻ. അതിനുശേഷം നമ്മൾ കിഡ്സ് വേയിൽ പോയി. നമ്മൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ ബീച്ചിലേക്ക് പോയി. ആ പോകുന്നതാണ് എൻ്റെ ബ്രദർ ഫെബിയേട്ടൻ കേട്ടോ. കൂടെയുള്ളത് അവരുടെ വൈഫ് സോഫിയേച്ചി. പിന്നെ ഇത് ശ്രീജാൻറ്റി. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ പോയപ്പോഴത്തേക്കും അവൻ ഭയങ്കര ഹാപ്പി, നല്ല ഓട്ടമൊക്കെ ആയിരുന്നു. അപ്പം അവൻ്റെ ഒരു കാല് പൊന്തിച്ചിട്ടുള്ളൊരു നടത്തമുണ്ടായിരുന്നു. അവന് ഈ കാല് പൂണ്ട് പോകുന്നതുകൊണ്ട് അവന് മര്യാദയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല. അപ്പം നല്ലൊരു രസമുണ്ടായിരുന്നു അവൻ്റെ നടത്തമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി, നല്ല ചാട്ടമൊക്കെ ആയിരുന്നു.